ക്രിസ്തീയ ആശയവിനിമയങ്ങളിൽ പ്രധാനമായിട്ട് ഒന്നാണ് പ്രീച്ചിങ്. പിന്നീടുള്ളതൊന്നാണ് ഡയലോഗുകൾ. മറ്റ് ഒന്നാണ് ഡിബേറ്റിൻ്റെ മേഖലകൾ. ഇപ്പോൾ പ്രീച്ചിങ് കുറേ കൂടി ഇൻസ്പയറായിട്ട് ജനങ്ങൾ വചനത്തിലേക്കും വിശ്വാസത്തിലേക്കും വരുന്നു. ഡയലോഗുകൾ ആദിമ ക്രൈസ്തവ സഭ മുതൽ ഇങ്ങോട്ട് ഡയലോഗുകളുണ്ട്. അതിനെ വേണമെങ്കിൽ നമുക്ക് ടു വേ കോപ്പറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുള്ള ഒരു സ്നേഹത്തിൻ്റെ സംവാദമാണ്. അതിൻ്റെ അകത്ത് വലിയ ക്ലാഷുകളും പ്രശ്നങ്ങളും ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യങ്ങളുണ്ടാകുന്നില്ല. എന്നാൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എൻ്റെ അറിവിൻ്റെ പരിമിതികൾ കാണാം, നിങ്ങളെപ്പോലെയുള്ള പല പ്രിയപ്പെട്ടവരും ഏർപ്പെടുന്ന ഒരു മേഖലയാണ് ഡിബേറ്റ്. അപ്പം ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടു വേ കോംപ്ലിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷനാണ്. അത് മിക്കവാറും വൈരാഗ്യങ്ങളുണ്ടാക്കാം. പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിലൊക്കെ നിങ്ങളെ ഈശ്വരവിശ്വാസമില്ലാത്തവരോടും ഹിന്ദുക്കളോടും അതുപോലെ തന്നെ മുസ്ലിങ്ങളോടും ഒക്കെ സംവാദത്തിൽ ഏർപ്പെടുന്നു. ഇപ്പം മതസാംസ്കാരിക ബഹുലതയുള്ളൊരു രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറേ കൂടെ വേദനാജനകമല്ലേ? അത് കുറേ കൂടെ പ്രയോജനപ്പെടുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു നല്ല രീതികൾ ആണോ? അതിൽ നിന്നെന്താണ് സാറ് മനസ്സിലാക്കുന്നതും അത് നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യാൻ കഴിയുന്ന കാര്യവുമാണോ എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരിക്കും. സാറ് ചോദിച്ചതുപോലെ ഈ ഡിബേറ്റ് വളരെ സങ്കീർണമായ ഒരു മേഖലയാണ്. അത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് വളരെ പറ്റിക്കാനിടയുള്ള ഒരു മേഖല തന്നെയാണ്. അല്പം അത് വഴുതിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന റിസൾട്ട് വളരെ മോശമാണ്. അതുകൊണ്ട് അതിസൂക്ഷ്മതയോടെ വേണം ആ മേഖലയിൽ ഇടപെടാൻ. ഞങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതിന് ശേഷം കുറേ അധികം പേര് ഇതിലേക്ക് വന്നു. അവർ ചിലർ അതിൻ്റെ പക്വത നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാനതിൽ പഴയ ഒരു ആവേശമോ താല്പര്യമോ എടുക്കാറില്ല. കാരണം അനായാസേന ഇത് സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ മതി, അങ്ങനെയല്ല. അതിൻ്റെ പിന്നിൽ വേണ്ട അധ്വാനം, കഠിനമായ ഒരുക്കം ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും കൂടാതെ നമുക്ക് കിട്ടിയ റെഫറൻസുകളെ ആസ്പദമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാമെന്ന് ചില സുഹൃത്തുക്കൾ ശ്രമിക്കുകയും അത് മറ്റുള്ളവരുമായുള്ള ഇടപാടുകളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കാം എന്നതുകൊണ്ട് ഞാനതിലില്ല. ഇല്ലെന്നല്ല, ഒരു താൽക്കാലിക വിരാമം അതിൽ. എന്നാൽ ഒരിക്കലും നമ്മളല്ല ഈ ഡിബേറ്റുകൾക്ക് മുൻകൈ എടുത്തിട്ടുള്ളത്. നമ്മുടെ എതിർപ്പാളയമാണ്, അവരാണതിൽ താല്പര്യമെടുത്തത്. വിശേഷിച്ച് ഞാൻ ഡിബേറ്റ് എന്ന് പൊതുവിൽ പറയാറുണ്ട്, ആളുകളെ കോമണായി ക്ഷണിക്കാറുണ്ടെങ്കിലും നമ്മളായി മുൻകൈ എടുത്ത് അപൂർവം ചില ഡിബേറ്റുകളെ നടത്തിയിട്ടുള്ളൂ. താല്പര്യമെടുക്കുന്നത് മുസ്ലിം സഹോദരന്മാരാണ്.